ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഉത്രാട സ്പെഷ്യൽ ഈവനിങ് വ്ളോഗാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നാളെ തിരുവോണമാണ്, അതുകൊണ്ട് എല്ലാവരും ഉണ്ട് ഗൈസ്. അപ്പാപ്പനും അമ്മാമ്മയും കൊച്ചപ്പാപ്പനും ഉണ്ട് കേട്ടോ ഈ വർഷം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നേരെയുള്ള വിളയിൽ നിന്ന് കിട്ടിയതാണ്. അവിടുത്തെ മാമൻ കൊണ്ടുവന്നതാണ് ഗൈസ് മരിച്ചിനി. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ 5:30 ആയപ്പോൾ തന്നെ ചാണകം വാങ്ങാൻ പോയി ഗൈസ്. അതിൽ ഇന്നത്തെ അപ്പം ഇതാണ്. റോസാപ്പൂ ആയതുകൊണ്ട് കരിഞ്ഞു ഉണങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ അച്ചുക്കുട്ടിക്ക് വയൽ വരെ പോകണമെന്ന് പറഞ്ഞു ഗൈസ്. ഫോട്ടോസോ വീഡിയോസോ എന്തോ എടുക്കാൻ അതിനു വേണ്ടി പോവുകയാണ്. ഞാനും അച്ചുക്കുട്ടിയും കൊച്ചപ്പാപ്പനും ഉണ്ട് കേട്ടോ ഗൈസ്. അമ്മ അല്ലാതെ ഒറ്റയ്ക്ക് വിടത്തില്ല. അന്നിവിടെ മൊത്തം മരിച്ചിനിയും വാഴയുമാണ് ഗൈസ്. മൊത്തം അത് തന്നെയാണ്. ഏത്തങ്ക, കപ്പക്കൊല, പാളയംകുടം, അങ്ങനെ കുറേ ഇതുണ്ട്. മരിച്ചിനി അതേപോലെ തന്നെ കേട്ടോ. പിന്നെ അങ്ങ് അറ്റത്തൊക്കെ കീര കൃഷിയാണ്. കണ്ടില്ലേ, അച്ചുക്കുട്ടി എപ്പോൾ ഇവിടെ വന്നാലും ഒരു 2-3 കല്ലെടുക്കും, എടുത്ത് എറിയും മീനിനെ പിടിക്കാൻ വേണ്ടി ഗൈസ്. പിന്നെ ഈ പ്രാവശ്യം ഇറങ്ങിയില്ല, കാരണം ഞാൻ ഒരു ചേരയെ കാണിച്ചു കൊടുത്തു ഗൈസ്. അതുകൊണ്ട് പിന്നെ ഇറങ്ങിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പിന്നെ ഇറങ്ങി. കുറച്ച് പണികളുണ്ട് ഗൈസ് വീട്ടിൽ. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് കഴിഞ്ഞ ഗൈസ്. അതിനിടയ്ക്ക് അച്ചുകുട്ടി ചെറുതായിട്ടൊന്ന് വീണ് തട്ടിയടിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മരിച്ചിനി കാണിച്ചില്ലേ ഞാൻ. അപ്പോൾ ആ മരിച്ചിനി തികയാത്തതുകൊണ്ട് ഉയരെ പോയി വയൽ മരിച്ചിനി വാങ്ങാൻ പോയതാണ് ഗൈസ്. അങ്ങനെ നമുക്ക് മരിച്ചിനി കിട്ടി. അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ താഴത്തെ വയലിൽ പോയുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ഷോർട്സിലിടാൻ കേട്ടോ ഗൈസ്. അപ്പോൾ തിരിച്ച് നമ്മുടെ വീടെത്താറ ഗൈസ്. ഇനി വീട്ടിൽ കയറിയ ശേഷമാണ് കുറേ ജോലിയുണ്ട് ഗൈസ് വീടിനകത്ത്. പിന്നെ വീടിനകത്ത് കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട്, പുറത്തൊരുക്കങ്ങളൊക്കെ ഉണ്ട്. അതിനാവശ്യമായ പൂക്കളാണ് ഗൈസ് ഇതൊക്കെ. പിന്നെ അത്തമിടാൻ വേണ്ടി പൂവ്, തലയിൽ വയ്ക്കാൻ പൂവ്. അങ്ങനെ വൈകുന്നേരം ചായ കുടിക്കുന്ന സമയമാണ് ഗൈസ് ഇത്. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ഗോൾഡൻ കളറ് ഫ്ലവർ കണ്ടു ഗൈസ്, അത് കാണിച്ചതാണ്. പിന്നെ ഇന്ന് ഉത്രാടമായതുകൊണ്ട് സ്പെഷ്യൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ചുകുട്ടിയും അച്ഛനും കൂടെ വണ്ടിക്കകത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആ കാണിച്ചത് അവിടെ മൊത്തമാണ് ഞാൻ ഹാരം പോലെ ഇടുന്നത്. അത് നാളെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഗൈസ്. പിന്നെ അമ്മാമ്മ കുറച്ച് മലക്കറി കൊണ്ടുവന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി മാറ്റിയാണ് ഫ്രിഡ്ജിൽ വെക്കാൻ. കണ്ടില്ലേ, ബജിയൊക്കെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞ ഗൈസ് ഡോറക്കുട്ടീനെയും കിങ്ങിണിക്കുട്ടീനെയും നമ്മളൊന്ന് കളിപ്പിക്കാൻ വേണ്ടി രാത്രി വെളിയിറക്കി ഗൈസ്. എന്തൊരടിയായിരുന്നു, നിരിച്ചടിയായിരുന്നു ഗൈസ് രണ്ടും. പിന്നെ ഇവിടെ പൂച്ചക്കുട്ടി കണ്ടില്ലേ, അത്തത്തിനെ കോളമാക്കി 2 പട്ടിക്കുട്ടികൾ. അപ്പോൾ അതിന് ശേഷം ചോറ് കഴിച്ചു ഗൈസ്. ചോറും ബീറ്റ്റൂട്ട് തോരനും മുട്ടയും പിന്നെ അമ്മ ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കി. അതുമാണ് ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ചോറെല്ലാം കഴിച്ചതിന് ശേഷം കാണാം ഗൈസ്. എന്തായാലും ഇപ്പം ചോറ് ഫിനിഷാക്കും. അതിന് ശേഷം നമ്മുടെ അത്തം പൊളിക്കുകയാണ്. അത്തം പൊളിച്ച് അവിടേക്കൊന്ന് വൃത്തിയാക്കണം. ഈ 1-ാം അത്തം മുതൽ 9-ാം അത്തം വരെ നമ്മൾ ചെറിയ മത്തമായിരുന്നു. എന്തായാലും ഇനി ലാസ്റ്റ് തിരുവോണത്തിനാണെന്നൊരു വലിയൊരു അത്തം ഇടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അതേപോലെ വലിയൊരു അത്തമാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ അതിന് വേണ്ടി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ഗൈസ്. അതിന് വേണ്ടി ഞാൻ ചാണകമൊക്കെ പറഞ്ഞില്ല, ചാണകം നേരത്തെ വാങ്ങിച്ച് വെച്ചിരുന്നു. അതൊക്കെ ഒന്ന് തേച്ച് കറക്റ്റ് സർക്കിളിൽ ആക്കി വെച്ചു ഗൈസ്. പിന്നീട് ഗൈസ് അത്തം ഏത് മോഡലെന്ന് പോലും ഇതുവരെ നമുക്കറിയില്ല, കൺഫ്യൂഷനാണ്. നാളെ രാവിലെ ആകുമ്പോൾ ഓർത്തിടുള്ളൂ ഗൈസ്. പിന്നെ അവിടേക്ക് ഒന്ന് തൂക്കം ഉണ്ടായിരുന്നു. നാളെ എന്തായാലും തൂക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. അതുകൊണ്ട് പിന്നെ ഇന്ന് അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇട്ടിരുന്നു. പിന്നെ കുറച്ച് നേരം വിശ്രമിക്കുക ഇരുന്നതാണ് ഗൈസ്. പിന്നെ ആ ചെടിയിലൊന്ന് ഡെക്കറേഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞാൻ ആ ചെടിയൊന്ന് വൃത്തിയാക്കിയെടുത്ത്. പിന്നെ നാളത്തേക്ക് വേണ്ടി മലക്കറി അമ്മ അരിയുകയാണ് ഗൈസ്. സാമ്പാറിൻ്റെ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിയലിൻ്റെതാണെന്ന് തോന്നുന്നു. അല്ല ഗൈസ്, അവിയലിൻ്റെത് കഴിഞ്ഞ് സാമ്പാറിൻ്റെതാണ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മക്കളെ. ബൈ ബൈ.